ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്ത്യൻ സൂപ്പർ ലീഗ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇനി തുച്ഛമായ മത്സരങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പ്ലേ ഓഫ് കാണാതെ പുറത്തായിട്ടുണ്ട്. ഏതായാലും ഈ സീസണിന് ശേഷം സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ കാര്യമായ മാറ്റങ്ങൾ നടക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അത്തരത്തിലുള്ള ചില റൂമറുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ അലാദീൻ അജാറയിൽ പല ക്ലബ്ബുകൾക്കും താല്പര്യമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. മോഹൻ ബഗാന് അജാറിയെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ അജാറി എങ്ങോട്ടും പോകുന്നില്ല എന്ന കാര്യം നേരത്തെ മാർക്കസ് മെർഗുലാവോ അറിയിച്ചിരുന്നു. അദ്ദേഹം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ തന്നെ ചുരുങ്ങിയത് ഒരു വർഷം കൂടി തുടരാനാണ് സാധ്യതയുള്ളത്. ഇനി മറ്റൊരു താരം ഹൈദരാബാദ് FC ബ്രസീലിയൻ താരമായ ആൻഡ്രേ ആൽബയാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. പല ക്ലബ്ബുകൾക്കും അദ്ദേഹത്തിൽ താല്പര്യമുണ്ട്. മുംബൈ സിറ്റിക്ക് അദ്ദേഹത്തിൽ താല്പര്യമുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വന്നിരുന്നു. അതുപോലെ തന്നെ ചെന്നൈയിൻ FC സൂപ്പർ താരമായ കോണർ ഷീൽസിൽ പലർക്കും താല്പര്യമുണ്ട്. മോഹൻ ബഗാൻ അതുപോലെ തന്നെ മറ്റു പല വമ്പന്മാർക്കും ഈസ്റ്റ് ബംഗാൾ അതുപോലെ തന്നെ ബംഗളൂരു FC തുടങ്ങിയ പല ക്ലബ്ബുകൾക്കും അദ്ദേഹത്തിൽ താല്പര്യമുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു. ജീസസ് ജിമിനസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമാണ്. അദ്ദേഹത്തിലും പല ക്ലബ്ബുകൾക്കും താല്പര്യമുണ്ട് എന്നുള്ളതാണ്. പക്ഷെ പ്രീ കോൺട്രാക്റ്റുകൾ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ്. ജീസസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ഇനിയും ക്ലബ്ബുമായി കോൺട്രാക്ട് അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രീ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ സാധിക്കില്ല. ആർക്കെങ്കിലും ജീസസിനെ സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് വേണ്ടി ഒരു ട്രാൻസ്ഫർ തുക മുടക്കേണ്ടി വരും. കേരള ബ്ലാസ്റ്റേഴ്സ് ആവശ്യപ്പെടുന്ന ഒരു ട്രാൻസ്ഫർ തുക മുടക്കേണ്ടി വരും എന്നുള്ളതാണ്. സോ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഈ സമ്മറിൽ കാര്യമായ മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. പല വമ്പൻ കൂടുമാറ്റങ്ങളും ഉണ്ടാവാനുള്ള ഒരു സാധ്യത അവിടെ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരൊക്കെ സ്വന്തമാക്കും എന്നത് മാത്രമാണ് ആരാധകർക്ക് അറിയേണ്ട കാര്യം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.